എല്ലാവരും എന്നെ എടുക്കുവാണോ? എല്ലാവരും ചോറൂണൊക്കെ കഴിഞ്ഞോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളായിട്ടൊന്നുമില്ല. നിങ്ങൾ ഡാൻസ് ഒക്കെ കണ്ടോ എല്ലാരും? അമ്മ ഇന്ന് റേഷൻ കട ഇവിടെ പോയില്ലേ? രാവിലെ അംഗനവാടി പോയി. അങ്ങനെ രാവിലെ അല്ലോ 11:30 പോയപ്പോ പണിയെല്ലാം ഒതുക്കിയിട്ട് അംഗനവാടി പോയി. അവിടെ നിന്ന് കുഞ്ഞിന് റാഗിപ്പൊടിയും ശർക്കരയും കിട്ടി. അത് മേടിച്ചുകൊണ്ട് ഇവിടെ വന്നു. പിന്നെ ഇനിയിപ്പം ചോറും ഒക്കെ അങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങൾക്കൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഞങ്ങളെ, സത്യം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇന്നലത്തെ ഡാൻസോടുകൂടി മനസ്സിലായി. അനുമനിന്നിട്ട് എല്ലാവരും കാണുന്നുണ്ട്. പക്ഷെ എല്ലാവരും കണ്ടാൽ മാത്രം പോരാ. സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് അത് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് പോകല്ലേ. ഈ കാണുന്നവർ ഏതായാലും ഇത്ര വേണ്ട ഒരു 2 ലക്ഷം എത്ര ലക്ഷത്തോ ആൾക്കാർ നമ്മളെ കാണുന്നില്ല. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ എല്ലാരും ചെയ്യണം. ഒന്ന് അത് ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു ഇത് വേണ്ടേ? എല്ലാരും കണ്ടു പോയാൽ മാത്രം പോരാ. അങ്ങനെ കൂടെ ചെയ്യണേ മക്കളെ എല്ലാരും കേട്ടോ. ഞങ്ങൾ ഇന്ന് വരെ അങ്ങനെ ആരോടും ചോദിച്ചിട്ടില്ല. നമ്മള് 2026 പുതിയ വർഷമല്ലേ, ചോദിക്കാത്തോണ്ടായിരിക്കും ചെയ്യാത്തതെന്ന് ഞങ്ങൾക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുവാണേ, എല്ലാരും ചെയ്യണം. പറയാൻ അറിയത്തില്ലാത്തോണ്ടാണ് സബ്സ്ക്രൈബ്. അത് അവള് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞിന് ചോറ് കൊടുക്കാൻ നീ പറയടി എന്നാ ചെയ്യണ്ടേന്ന്. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചേച്ചി. അത് പറഞ്ഞു വരുമ്പോ ചിലപ്പോ വേറെ വല്ല ആയിപ്പോ. ഡാൻസ് കളിക്കാനൊക്കെ നല്ല സബ്സ്ക്രൈബ് പറയാം. അത് പറയാൻ ശകലം ബുദ്ധിമുട്ട്. ബാക്കി എന്തും ഞാൻ പറയും. ചില വാക്കുകൾ എനിക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. അത് എൻ്റെ കുഴപ്പമല്ല, എനിക്കത് പ്രശ്നമല്ല. അതുകൊണ്ട് നിങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യണം എല്ലാവരും. നമുക്ക് ചോറ് എടുത്തേക്കാം. ഇന്ന് കുറ്റമാണേലും നല്ലതാണേലും ഒക്കെ കമന്റ് ഉണ്ട്. എല്ലാം വായിക്കുന്നുണ്ട്. ഞങ്ങൾ കമന്റ് എല്ലാം വായിക്കുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആരും നമ്മളെ മോശമായിട്ടൊന്നും അങ്ങനെ പറയുന്നവര് പറയട്ടെ. 1-2 പേര് പറഞ്ഞു, അവര് പറഞ്ഞോട്ടെ. അതും ഒരു സന്തോഷം. അതെ, അതൊക്കെ സന്തോഷമാവും. നിങ്ങൾ പറഞ്ഞു. നമുക്ക് നമുക്ക് എല്ലാ പച്ചക്കറിയുടെ ഇച്ചിരിച്ചിരിപ്പുണ്ടായിരുന്നു. എല്ലാം പറമ്പിൽ നിന്ന് പറിച്ചതിന്റെ കാച്ചിലും ചേമ്പും ചേനയും ഇതെല്ലാം കൂടെ കൂട്ടി നമ്മൾ അവിയലൊന്നും പറയണ്ട, എന്നാ കൂട്ടുകറിയൊന്നുമില്ല, അങ്ങനത്തെ ഒരു കറി വെച്ചു. പിന്നത്തെ പച്ചമോരുണ്ട്, പിന്നെ ഒരു മുളക് വറുത്തിട്ടുണ്ട്, പിന്നെ ഉണക്കമ്മീൻ വറുത്തു, ഉണക്കമ്മീൻ നങ്ക് വറുത്തുണ്ട്, പപ്പടമുണ്ട്. ഇത് ഇതാണ് ഇന്നത്തെ നമ്മുടെ കറിയെ. ഇതെല്ലാം കൂട്ടി കഴിക്കാം. പപ്പടം, ഉണക്കമ്മീന്, അവിയല്, മുളക് വറുത്തത്, മോര്, ഇതെല്ലാം കൂട്ടി കഴിക്കാം. എല്ലാവരും ഓടി വായോ ചോറുണ്ണാം.